വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. മന്ത്രിസഭയിലെ അംഗങ്ങൾ: 1. പി.കെ. കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവാണ്. മലപ്പുറത്താണ് അദ്ദേഹം വിജയിച്ചത്. അടുത്തത് രമേശ് ചെന്നിത്തല. ഹരിപ്പാട് മണ്ഡലത്താണ് ജയിച്ചത്. 1980 KSU സംസ്ഥാന പ്രസിഡന്റായാണ് തുടക്കം. NSU ദേശീയ പ്രസിഡന്റായും അതേപോലെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ MLA ആയും ജയിച്ചു. 30-ാം വയസ്സിൽ അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായി പലതവണ MP ആയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രിസഭയിലെ മറ്റൊരംഗം K. മുരളീധരൻ. 69-കാരനായ K. മുരളീധരൻ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ മകനാണ്. 2004 മന്ത്രിയായെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ തോൽവിയെ തുടർന്ന് രാജിവെച്ചു. നിരവധി തവണ MLA ആയും MP ആയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് 47-കാരനായ M. ലിജു ആണ് മറ്റൊരു മന്ത്രി. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ലിജു ആദ്യമായാണ് നിയമസഭയിലെത്തുന്നത്. മുസ്ലിം ലീഗിലെ KM ഷാജി. 54-കാരനായ KM ഷാജി നേരത്തെ അഴീക്കോട് മണ്ഡലത്തിൽ ജയിച്ചിരുന്നു. പിന്നീട് അവിടെ നിന്ന് പരാജയപ്പെട്ടു. ഇത്തവണ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്നാണ് KM ഷാജി ജയിച്ചത്. മന്ത്രിസഭയിലെ മറ്റൊരംഗം 48-കാരനായ അനൂപ് ജേക്കബാണ്. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അനൂപ് ജേക്കബ് അംഗമായിരുന്നു. മുൻ മന്ത്രി TM ജേക്കബിൻ്റെ മകനാണ്. പിറവത്താണ് അദ്ദേഹം ജയിച്ചത്. മന്ത്രിസഭയിലെ നവാഗതനായ മന്ത്രിയാണ് CP ജോൺ. 69-കാരനായ CP ജോൺ ആദ്യമായാണ് നിയമസഭയിലെത്തുന്നത്. 1980 SFI സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് ദേശീയ വൈസ് പ്രസിഡന്റുമായി. പിന്നീട് MV രാഘവനോടൊപ്പം CMPയിൽ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. CMP സംസ്ഥാന സെക്രട്ടറിയാണ് CP ജോൺ. മന്ത്രിസഭയിലെ മുസ്ലിം ലീഗ് പ്രതിനിധിയാണ് 66-കാരനായ PK ബഷീർ. മുസ്ലിം ലീഗ് നേതാവ് P. സീതി ഹാജിയുടെ മകനാണ്. കഴിഞ്ഞ 4 തവണയായി ഏറനാട് MLA ആണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജിനീഷാണ് കോൺഗ്രസിലെ മറ്റൊരു മന്ത്രി. 37-കാരനായ OJ ജിനീഷ് നേരത്തെ KSU ജില്ലാ പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മന്ത്രിസഭയിലെ മറ്റൊരു കോൺഗ്രസ് അംഗം റോജി M. ജോണാണ്. 44-കാരനായ റോജി NSCI ദേശീയ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. AICC സെക്രട്ടറിയാണ്. അങ്കമാലിയിൽ നിന്നാണ് ജയിച്ചത്. കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന ബിന്ദു കൃഷ്ണയാണ് മന്ത്രിസഭയിലെ മറ്റൊരംഗം. 53-കാരിയായ ബിന്ദു കൃഷ്ണ ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. നേരത്തെ ലോക്സഭയിലും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടു. കുണ്ടറ MLA PC വിഷ്ണുനാഥാണ് ഇത്തവണ മന്ത്രിസഭയിലെത്തിയ മറ്റൊരു കോൺഗ്രസ്സുകാരൻ. 48-കാരനായ വിഷ്ണുനാഥ് KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 2002 ചെങ്ങന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയായിട്ട് കുണ്ടറയിൽ നിന്ന് ജയിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫിൻ്റെ പ്രതിനിധിയാണ് മോൻസ് ജോസഫ്. 61-കാരനായ മോൻസ് ജോസഫ് കരുത്തുരുത്തിയിൽ നിന്നാണ് നിയമസഭയിലേക്ക് ജയിച്ചത്. നേരത്തെ 2007 അച്യുതാനന്ദൻ സർക്കാരിൽ LDF സർക്കാരിൽ മന്ത്രിയായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണ് മന്ത്രിസഭയിലെ മറ്റൊരംഗം. നേരത്തെ കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു. നിരവധി തവണയായി പേരാവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചു വരികയാണ് 73-കാരനായ സണ്ണി ജോസഫ്. ആദ്യമായി നിയമസഭയിലെത്തിയ VE അബ്ദുൽ ഗഫൂർ ആണ് ലീഗിലെ മറ്റൊരു പ്രതിനിധി. കളമശ്ശേരിയിൽ നിന്നാണ് അബ്ദുൽ ഗഫൂർ ജയിച്ചത്. 57-കാരനായ M. ഷംസുദ്ദീനാണ് ലീഗിൻ്റെ മറ്റൊരു പ്രതിനിധി. മണ്ണാർക്കാട് നിന്നുള്ള MLA ആണ്. തിരൂർ സ്വദേശിയായ M. ഷംസുദ്ദീൻ 2011-ലും 2016-ലും 2021-ലും മണ്ണാർക്കാട് തന്നെയാണ് ഷംസുദ്ദീൻ ജയിച്ചത്. മന്ത്രിസഭയിലെ മറ്റൊരംഗം ഷിബു ബേബി ജോണാണ്. 62-കാരനായ ഷിബു നേരത്തെ 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായിരുന്നു. ചവറയിൽ നിന്നാണ് ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടത്. മന്ത്രിസഭയിലെ രണ്ടാമത്തെ വനിതാ അംഗം 53-കാരിയായ KA തുളസിയാണ്. ആദ്യമായാണ് തുളസി നിയമസഭയിലെത്തുന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് ലോക്സഭയിലേക്കും തുളസി മത്സരിച്ചിരുന്നു. നേരത്തെ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തവണ കോങ്ങാട് നിന്നാണ് തുളസി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൽപ്പറ്റയിൽ നിന്നുള്ള MLA T. സിദ്ദിഖാണ് മറ്റൊരു മന്ത്രി. 52-കാരനായ T. സിദ്ദിഖ് ഇത് 2ാം തവണയാണ് കൽപ്പറ്റയിൽ നിന്ന് ജയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നുള്ള AP അനിൽകുമാറാണ് മറ്റൊരു മന്ത്രി. 61-കാരനായ അനിൽകുമാർ നേരത്തെയും മന്ത്രിസഭാംഗമായിരുന്നു. 2004-ലും 2011-ലും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രിയായിരുന്നു.